ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് എക്സലിലെ വിലൂക്കപ്പ് ഫംഗ്ഷൻ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച്. എല്ലാവരും എക്സൽ ഉപയോഗിച്ചിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. അതിനായി ഞാനൊരു ചെറിയ ഡാറ്റാസ് കളക്ട് ചെയ്തിട്ടുണ്ട്. വിലൂക്കപ്പ് ഫംഗ്ഷൻ ചെയ്യാം എന്നതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഐറ്റം നെയിമിൽ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ പേരാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ബനാന, ആപ്പിൾ, ഓറഞ്ച്, ഗ്രേപ്പ്. എത്ര വലിയ ലിസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറേ ലിസ്റ്റ് ഉണ്ടാക്കിയത്. ഓക്കെ, ഇവിടെ ബനാനയുടെ പ്രൈസ് 40 ആണ്, ആപ്പിളിൻ്റെ പ്രൈസ് 100 ആണ്. ഇങ്ങനെ ഓരോന്നിൻ്റെയും പ്രൈസ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മളൊരു ഷോപ്പിന് വേണ്ടിയിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് വളരെ എളുപ്പമായിരിക്കും നമുക്ക് ഓരോന്നിൻ്റെ പ്രൈസ്. ഇപ്പോൾ ഒരുപാട് ഐറ്റം നിങ്ങളുടെ ഷോപ്പിലുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസൊക്കെ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ പുതിയൊരാൾ വരികയാണെങ്കിൽ ഓരോന്നിൻ്റെയും പ്രൈസ് അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ പ്രൈസൊക്കെ എങ്ങനെ നോക്കാം എന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇത് ഞാൻ ഷീറ്റ് 2-ലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഷീറ്റ് 1-ലാണ് എനിക്ക് ഇതിൻ്റെ ഡാറ്റ കിട്ടുന്നത്. അതിനായി ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രൈസ് ലുക്ക്. ഇപ്പോൾ ഞാനിത് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഓറഞ്ച് ഞാനിപ്പോൾ ആപ്പിൾ എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ആപ്പിളിൻ്റെ പ്രൈസ് 100 ആയിട്ട് ഇവിടെ തരുന്നുണ്ടല്ലോ. ഷീറ്റ് 2-ൽ നോക്കാം ആപ്പിളിൻ്റെ പ്രൈസ് ഇറ്റ്സ് 100. Now I'm typing grape. ഓക്കെ, ഗ്രേപ്പിൻ്റെ പ്രൈസ് 30. ഷീറ്റ് 2-ൽ നോക്കാം. ഗ്രേപ്പിൻ്റെ പ്രൈസ് 30 ആയിരിക്കും. ഇതെങ്ങനെ ചെയ്തു എന്ന് ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസിൻ്റെ ഇവിടെ നമ്മൾ ആദ്യം ഒരു ഈക്വൽ ടു ഇടും. ഓക്കെ, ദെൻ ഗോ ടു, ഞാൻ ഓൾറെഡി വീലൊക്കെ ചെയ്തതുകൊണ്ട് ഇവിടെ വീലൊക്കെ ഫംഗ്ഷൻ ഇവിടെ കാണാം. നിങ്ങൾ സ്റ്റാർട്ടിംഗ് ടൈം ആണെങ്കിൽ ഈക്വൽ ടു ഇവിടെ വരണമെന്നില്ല. മോർ ഫംഗ്ഷനിൽ പോയതിനു ശേഷം ഇവിടെ കണ്ടോ, ടൈപ്പ് ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് വാട്ട് യു വാണ്ട് ടു ഡു ആൻഡ് അവിടെ നിങ്ങൾ വി ലുക്ക് അപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക. VLOOKUP. എന്നിട്ട് ഗോ പ്രസ് ചെയ്യുക. ഓക്കെ, ലുക്ക് വി ലുക്ക് അപ്പ് എന്ന ആ ഒരു ഫംഗ്ഷൻ ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. അപ്പം നമുക്കത് ഓക്കെ കൊടുക്കാം. ദെൻ ലുക്കപ്പ് വാല്യൂ, എന്തിൻ്റെ വാല്യൂ ആണ് നമുക്ക് ലുക്കപ്പ് ചെയ്യേണ്ടത്? ഓക്കെ, ഐറ്റം നെയിം ആണല്ലോ, അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ദെൻ ടേബിൾ എറേ എന്ന് പറയുന്നത് ഞാൻ ഷീറ്റ് 2-ലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഷീറ്റ് 2-ൽ പോയിട്ട് A മുതൽ B വരെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, A മുതൽ B വരെ സെലക്ട് ചെയ്തിട്ട് ഞാൻ 2 കോളമാണ് സെലക്ട് ചെയ്തത്. അതുകൊണ്ട് ഇവിടെ 2 എന്ന് ടൈപ്പ് ചെയ്യും. പിന്നെ റേഞ്ച് ലുക്കപ്പിൽ നമുക്ക് 0 എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ദെൻ പ്രസ് ഓക്കെ. ലുക്ക്, ഗ്രേപ്പിൻ്റെ പ്രൈസ് 30. ഓക്കെ, നമുക്ക് ബനാനയുടെ പ്രൈസ് ഇപ്പോൾ നോക്കാം. BANANA. ഓക്കെ, ലുക്ക് ഇറ്റ്സ് വർക്കിംഗ്. 40. ബനാന 40. ഓക്കെ, പിന്നെ ഞാനിപ്പോൾ ആപ്പിൾ ടൈപ്പ് ചെയ്തു. ലുക്ക് ഇറ്റ്സ് 100. ഓക്കെ, പുതിയ ഇനി ഒരു സാധനം നിങ്ങളുടെ ഷോപ്പിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ ആഡ് ചെയ്യാം, കുഴപ്പമില്ല. എന്തൊക്കെ ആഡ് ചെയ്യാം? ജാക്ക് ഫ്രൂട്ട്. ഓക്കെ, ജാക്ക് ഫ്രൂട്ടിൻ്റെ പ്രൈസ് ഇവിടെ ഞാൻ ഒരു 50 പോയിന്റ് അടിച്ചു. ലുക്ക്, ജാക്ക് ഫ്രൂട്ടിൻ്റെ ടൈപ്പ് ചെയ്യാം. JACKFRUIT. ലുക്ക് 50. ഓക്കെ ഫ്രണ്ട്സ്, ഇങ്ങനെയാണ് നമുക്ക് VLOOKUP ഫംഗ്ഷൻ എക്സൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും കൂടുതൽ വീഡിയോയ്ക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റ് വല്ലതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു ഫ്രണ്ട്സ്. ബൈ.